അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തമായ സഖ്യമായ നാറ്റോയുടെ ഭാവി കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായാണ് യൂറോപ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധങ്ങളിലോ സൈനിക പ്രതിസന്ധികളിലോ യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് ലഭ്യമാകുന്ന തങ്ങളുടെ അത്യാധുനിക സൈനിക ആസ്തികളിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറയ്ക്കൽ നടത്താൻ അമേരിക്ക പദ്ധതിയിടുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ നീക്കം നാറ്റോ സഖ്യത്തിന്റെ നട്ടലൊടിക്കുന്നതിന് തുല്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ജർമ്മനിയിലെ പ്രമുഖ മാധ്യമമായ സ്പീഗൽ മാഗസിനാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നാറ്റോയുടെ സംയുക്ത സൈനിക നീക്കങ്ങൾക്കായി വാഷിംഗ്ടൺ ഇതുവരെ നീക്കിവെച്ചിരുന്ന യുദ്ധവിമാനങ്ങൾ, തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങൾ, വിനാശിനികൾ, അന്തർവാഹിനികൾ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ ശേഷിയുള്ള വിമാനങ്ങൾ എന്നിവയുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുത്താൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷാ മുൻകരുതലുകളെയും തന്ത്രപരമായ നീക്കങ്ങളെയും പാടെ തകിടം മറിക്കുന്നതാണ് അമേരിക്കയുടെ ഈ പിന്മാറ്റ ചിന്തകൾ. വരും നാളുകളിൽ ലോകത്ത് ഒരു വലിയ യുദ്ധമുണ്ടായാൽ യൂറോപ്പിനെ സംരക്ഷിക്കാൻ മുൻപന്തിയിൽ അമേരിക്കൻ സൈന്യവും അവരുടെ അത്യാധുനിക യുദ്ധ സാമഗ്രികളും ഉണ്ടാകുമെന്ന പരമ്പരാഗത വിശ്വാസത്തിനാണ് ഇതിലൂടെ കടുത്ത ആഘാതമേറ്റിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അമേരിക്ക തങ്ങളുടെ പ്രതിരോധ പങ്കാളിത്തം ചുരുക്കിയാൽ അത് യൂറോപ്പിനെ വലിയൊരു സുരക്ഷാ ഭീതിയിലേക്ക് തള്ളിവിടും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിൽ പ്രതിരോധ ചിലവുകളെ ചൊല്ലി ദീർഘനാളായി നിലനിൽക്കുന്ന തർക്കങ്ങളാണ് ഈ പുതിയ നീക്കത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നാറ്റോ സഖ്യത്തിന്റെ സംരക്ഷണത്തിനായി അമേരിക്ക ഭീമമായ തുക ചിലവഴിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ GDPയുടെ കൃത്യമായ വിഹിതം പ്രതിരോധത്തിനായി നീക്കിവെക്കുന്നില്ലെന്ന കടുത്ത അതൃപ്തി ട്രംപിനുണ്ട്. സ്വന്തം സുരക്ഷയ്ക്കായി യൂറോപ്പ് കൂടുതൽ പണം മുടക്കണമെന്ന ട്രംപിന്റെ കർശന നിലപാടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. പ്രതിരോധ ചിലവുകൾക്ക് പുറമെ നിലവിലുള്ള യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള നയപരമായ ഭിന്നതകളും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. യുക്രൈന് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായം നൽകുന്നത് അനാവശ്യ ബാധ്യതയാണെന്ന നിലപാടാണ് ട്രംപിനുള്ളത്. എന്നാൽ റഷ്യയുടെ ഭീഷണിയെ പ്രതിരോധിക്കാൻ യുക്രൈനെ നിരന്തരം സഹായിക്കണമെന്ന് യൂറോപ്യൻ ശക്തികൾ വാശി പിടിക്കുന്നത് ഇരുവിഭാഗവും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള ഈ ആഭ്യന്തര തർക്കങ്ങൾ നാറ്റോയുടെ കൂട്ടായ തീരുമാനങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ തന്ത്രപ്രധാന പ്രതിസന്ധികളും പ്രത്യേകിച്ച് ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനുമായി നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങളും അമേരിക്കയെ തങ്ങളുടെ മുൻഗണനകൾ മാറ്റാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ എണ്ണക്കടത്തുപാതയിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ അമേരിക്കയ്ക്ക് കൂടുതൽ സൈനിക ശ്രദ്ധയും ആസ്തികളും ഈ മേഖലയിലേക്ക് മാറ്റേണ്ടി വരുന്നുണ്ട്. തങ്ങളുടെ സൈനിക ശേഷി ഒരേ സമയം പലയിടങ്ങളിലായി വിന്യസിക്കുന്നതിനേക്കാൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കാനാണ് വാഷിംഗ്ടൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. സ്പീഗൽ മാഗസിൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റം കേവലം പ്രതീകാത്മകമായ ഒന്നല്ല, മറിച്ച് നാറ്റോയുടെ വ്യോമ നാവിക പ്രതിരോധ ശേഷിയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. റഷ്യയെ പോലുള്ള ഒരു വൻ ശക്തിയിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ യൂറോപ്പ് പ്രധാനമായും ആശ്രയിക്കുന്നത് അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെയും തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങളെയുമാണ്. ഇവയുടെ എണ്ണം കുറയുന്നതോടെ യൂറോപ്യൻ ആകാശത്തിന്റെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി മാറും. വ്യോമസേനയ്ക്ക് പുറമെ നാവിക രംഗത്തും വലിയ തിരിച്ചടിയാണ് യൂറോപ്പ് നേരിടാൻ പോകുന്നത്. അത്യാധുനിക മിസൈൽ പ്രതിരോധ ശേഷിയുള്ള അമേരിക്കൻ ഡിസ്ട്രോയറുകളും രഹസ്യ നീക്കങ്ങൾക്ക് പേരുകേട്ട അന്തർവാഹിനികളും യൂറോപ്യൻ തീരങ്ങളിൽ നിന്ന് നാറ്റോ ഓപ്പറേഷനുകളിൽ നിന്നും പിൻവലിക്കപ്പെടുന്നത് റഷ്യൻ നാവികസേനയ്ക്ക് ആ മേഖലകളിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ അവസരമൊരുക്കും. ദീർഘദൂര സൈനിക നീക്കങ്ങൾക്ക് അത്യാവശ്യമായ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ കുറയ്ക്കുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സ്വന്തം അതിർത്തികൾക്ക് പുറത്തേക്ക് പെട്ടെന്ന് സൈന്യത്തെ അയക്കാനുള്ള ശേഷിയും ഇല്ലാതാകും. ലോകം മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ആഗോള അസ്ഥിരതയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിലാണ് അമേരിക്കയുടെ ഈ പിന്മാറ്റ വാർത്തകൾ പുറത്തു വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളും ഏഷ്യ പസഫിക് മേഖലയിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളും യൂറോപ്പിന്റെ വാതിൽക്കൽ റഷ്യ നടത്തുന്ന സൈനിക മുന്നേറ്റങ്ങളും ലോകത്തെ ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിൽ നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു നിർണായക സന്ധിയിൽ നാറ്റോ സഖ്യത്തിൽ ഉണ്ടാകുന്ന വിള്ളൽ ആഗോള സുരക്ഷാ സമവാക്യങ്ങളെ അട്ടിമറിക്കും. അമേരിക്ക തങ്ങളുടെ ദീർഘകാല സുരക്ഷാ വാഗ്ദാനങ്ങളിൽ നിന്ന് പതുക്കെ പിന്നോട്ട് പോകുകയാണെന്ന കടുത്ത ആശങ്കയാണ് ഇപ്പോൾ യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ പുകയുന്നത്. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിന്റെ സമാധാനത്തിന് കാവൽ നിന്നത് അമേരിക്കയുടെ സൈനിക സാന്നിധ്യമായിരുന്നു.
എന്നാൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി മുന്നോട്ടു പോകുന്ന ട്രംപ് ഭരണകൂടം തങ്ങൾക്ക് നേരിട്ട് നേട്ടമില്ലാത്ത സഖ്യങ്ങളിൽ നിന്നും ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത നീക്കം യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങളുടെ പ്രതിരോധ നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. ഇനി മുതൽ വാഷിംഗ്ടണിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്നും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രതിരോധ ശേഷി ആർജിക്കണമെന്നുമുള്ള ചിന്ത ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളിൽ ശക്തമായിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു സംയുക്ത യൂറോപ്യൻ സൈന്യമെന്ന ആശയം ഇതിനോടകം തന്നെ ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ സൈന്യത്തിന്റെ വലിപ്പത്തോടും സാങ്കേതിക മികവിനോടും കിടപിടിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം പെട്ടെന്ന് കെട്ടിപ്പടുക്കുക എന്നത് യൂറോപ്പിന് എളുപ്പമല്ല. അതിനായി ഭീമമായ തുക ചിലവഴിക്കേണ്ടി വരുന്നത് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. കൂടാതെ സഖ്യത്തിലെ വിവിധ രാജ്യങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയ ഭിന്നതകളും ഒരു പൊതു പ്രതിരോധ നയം രൂപീകരിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ ഈ നീക്കം യൂറോപ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തി കൂടുതൽ പ്രതിരോധ വിഹിതം കൈക്കലാക്കാനുള്ള ഒരു തന്ത്രപരമായ സമ്മർദ്ദമാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. നാറ്റോയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമെന്ന ഭീഷണി ഉയർത്തുന്നതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് കൂടുതൽ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിപ്പിക്കാനും അവരുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനും ട്രംപിന് സാധിച്ചേക്കും. എന്ത് തന്നെയായാലും ഈ നീക്കം നാറ്റോ സഖ്യത്തിനുള്ളിലെ പരസ്പര വിശ്വാസത്തിന് വലിയ കോട്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നാറ്റോ ഉച്ചകോടികളിലും നയതന്ത്ര ചർച്ചകളിലും ഈ വിഷയം വലിയ കൊടുങ്കാറ്റുയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതിൽ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര യുദ്ധങ്ങളും സൈനിക അസ്ഥിരതയും ലോകത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ നാറ്റോയുടെ ഈ ആഭ്യന്തര പ്രതിസന്ധി വൻ ശക്തികൾ തമ്മിലുള്ള പുതിയ പോരാട്ടങ്ങൾക്ക് വഴി തുറന്നേക്കാം.